കൃഷ്ണേന്ദു, നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി പയ്യന്നൂരിലെ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിലും അതിങ്ങനെ നീണ്ടുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നീണ്ടു നീണ്ടു പോകുന്നു. പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എല്ലാവരും ആവശ്യപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണൻ പ്രത്യേകിച്ച് ആവശ്യപ്പെട്ടതുപോലെ ധനരാജ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾ പോലും പുറത്തുവിടാൻ പാർട്ടി തയ്യാറാകുന്നു. അപ്പോൾ പാർട്ടി ഇത് എന്ത് ഭാവിച്ചാണ് എന്ന് തന്നെയാണ് ചോദിക്കാനുള്ളത്. ഒരു തിരുത്തൽ നടപടിയുടെ ഭാഗമായിട്ടാണോ എന്ന് സംശയമുണ്ട്. കാരണം ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെ ഈ ഒരു കാര്യവുമായി മുന്നോട്ട് വരുന്ന, ഈ ഒരു ആരോപണമായി മുന്നോട്ട് വരുന്ന സമയത്ത് പാർട്ടി ഉൾപ്പെടെ ആ കാര്യത്തിൽ അത്ര ഗൗരവം കാണിച്ചിരുന്നില്ല. ഒരുപക്ഷെ അന്ന് കാണിച്ചിരുന്നെങ്കിൽ കുഞ്ഞികൃഷ്ണൻ പിന്നീട് പാർട്ടി മാറുകയും പാർട്ടി വിടുകയും അല്ലെങ്കിൽ ഈ ബുക്ക് എഴുതാൻ തയ്യാറാവുകയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആദ്യമേ ഈ കടുംപിടുത്തം വേണ്ടായിരുന്നു പാർട്ടിക്ക് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന കുഞ്ഞികൃഷ്ണന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഈ പറയുന്ന മധുസൂദനൻ. അപ്പോൾ മധുസൂദനനായിരുന്നു കുഞ്ഞികൃഷ്ണന്റെ ഏറ്റവും വലിയ എതിരാളി എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത്. അതിൽ മധുസൂദനൻ പക്ഷത്തിലുള്ളവർ കുഞ്ഞികൃഷ്ണൻ പക്ഷവുമായി അടികൂടുന്നു, ചെമ്മീൻ ഷെഡിന് തീയിടുന്നു, അങ്ങനെ നിരവധിയായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ ഒരു മറുപടിയുമായിട്ടാണ് മധുസൂദനൻ വക്കീൽ നോട്ടീസിലൂടെ വന്നിട്ടുള്ളത്. ഇതിൽ കുഞ്ഞികൃഷ്ണൻ പറയുന്ന ആരോപണങ്ങൾക്കൊക്കെ തന്നെയും മറുപടി വക്കീൽ നോട്ടീസിൽ കൊടുക്കുന്നുണ്ട്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് അതിലും കൃത്യമായി ആ കാര്യങ്ങളൊക്കെ അതിൽ വിശദീകരിക്കുന്നുണ്ട്. ധനരാജ് ഫണ്ടിൽ എത്ര രൂപ കിട്ടി, എന്തിനൊക്കെ ചെലവഴിച്ചു എന്നും കൃത്യമായി പറയുന്നുണ്ട്. കൂടാതെ തങ്ങൾക്ക് ഒരു പേരിൽ ഒരു മാനഹാനി ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ ആരോപണങ്ങളൊക്കെ തന്നെയും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും പിൻവലിക്കണമെന്നും കുഞ്ഞികൃഷ്ണനോട് മധുസൂദനൻ ആവശ്യപ്പെട്ടിരിക്കാം. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ പറയുന്നത് പോലെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്കാണ് എത്തുന്നത്. ഇത് നേരത്തെ ആവാമായിരുന്നു. ഈ പറയുന്ന പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണൻ പാർട്ടി വിടുന്നതിന് മുൻപായിരുന്നു എങ്കിൽ ഈ പറയുന്ന പയ്യന്നൂർ എന്ന പേര് പാർട്ടിക്കൊരു നാണക്കേടാവില്ലായിരുന്നു. ഇപ്പോൾ പയ്യന്നൂർ പോലൊരു പാർട്ടി ഗ്രാമം, പാർട്ടി ഭയങ്കരമായ ഒരു ചെങ്കോട്ടയിൽ നിന്ന് ഒരു CPM പ്രവർത്തകൻ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, അദ്ദേഹം UDFന്റെ സപ്പോർട്ടോടുകൂടി അവിടെ മത്സരിക്കുന്നു, വിജയിക്കുന്നു എന്നുള്ളൊരു നാണക്കേടിലേക്ക് പാർട്ടി പോകാതിരിക്കാൻ ഇത് സഹായിക്കുമായിരുന്നു ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. ഇപ്പോൾ TA മധുസൂദനൻ എന്ന് പറയുന്നത് വർഷങ്ങളായി അവിടെ MLA ആയിരുന്ന, ഇനിയും MLA ആകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അവിടെ അത് തടയപ്പെട്ടില്ല. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ധാർഷ്ട്യം ഉണ്ടായിരുന്നു. ഈ കണക്കുകൾ അന്ന് പുറത്തുവിട്ടാലും ഇന്ന് പുറത്തുവിട്ടാലും കണക്കുകൾ തന്നെയാണ്. ഇതിൽ മാറ്റമൊന്നും വരുന്നില്ല. ഇതിലെന്തെങ്കിലും തിരിമറി കാണിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അന്നിത് ചെയ്തായിരുന്നുവെങ്കിൽ അത് എന്തായാലും ഇത് പൊതുജനം അറിയണ്ട, ബഹുജനം അറിഞ്ഞാൽ മതി എന്നുള്ളൊരു നയത്തിന്റെ പുറത്ത് പോയത് കൊണ്ട് പാർട്ടിക്ക് സംഭവിച്ച വലിയൊരു വീഴ്ച തന്നെയാണ് ഈ പറയുന്നത്. ഇപ്പോൾ ഇനിയും പയ്യന്നൂരിൽ ഇത് വിട്ടുകളയാൻ തയ്യാറാകുന്നില്ല. ഇപ്പോൾ പാർട്ടി പ്രവർത്തകർ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് കുഞ്ഞികൃഷ്ണൻ ഇത് ചെയ്യുന്നത് ഫെയിമിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യം കാരണമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു. ആ പോയിന്റിൽ നിന്ന് മാറി ഇപ്പോൾ ഇത് കണക്കുകൾ ഞങ്ങൾ വെച്ചിട്ടുണ്ട്, ഇനി അത് പിൻവലിക്കുക എന്ന് പറയുന്ന ധാർഷ്ട്യത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ ബുക്ക് പിൻവലിക്കണം. ഇപ്പോൾ ഇത്രയും മാധ്യമ ശ്രദ്ധ നേടിയ, വാർത്താ ശ്രദ്ധ നേടിയ, കേരളത്തിലെ എല്ലാവരും അറിഞ്ഞൊരു പുസ്തകം ഇപ്പോൾ നമ്മളൊന്നും നേരിട്ട് വായിച്ചിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ ചില പോർഷൻസ് എങ്കിലും ഈ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിലും കേരളത്തിലെ ഒരു വലിയ ഭൂരിപക്ഷത്തിലുള്ള ആൾക്കാർ ഇത് വായിച്ചിട്ടുണ്ട്. ഇത് പിൻവലിക്കണമെന്നൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഡിഫേമേഷൻ, ഇപ്പോൾ ഈ പറയുന്ന പോലെ മാനഹാനി സംഭവിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് നല്ലൊരു കോസിനായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അത് ഏതൊരു പാർട്ടിയിൽ നിന്നാണെങ്കിലും. ഇപ്പോൾ നാളെ കോൺഗ്രസിലോ BJPയിലോ ഇത്തരത്തിലൊരു ഫണ്ട് തിരിമറി, രക്തസാക്ഷിയുടെ പേരിലുള്ള ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വരികയാണെങ്കിൽ അതിനെ ഇങ്ങനെ തന്നെയാണ് ഡീൽ ചെയ്യേണ്ടത്. കാരണം ഒരു വ്യക്തിയുടെ സിമ്പതി ചൂഷണം ചെയ്തതിൽ പണം തട്ടി എന്നൊരു ആരോപണം ഉണ്ടെങ്കിൽ, ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ ആരും ആയിക്കോട്ടെ, ലൈംഗിക ആരോപണം, സാമ്പത്തിക ആരോപണം, അഴിമതി ആരോപണം, എന്ത് തന്നെയാണെങ്കിലും ഞാനൊരു രാഷ്ട്രീയ നേതാവാണ്, എനിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായാൽ ഞാൻ അതിൽ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുമ്പോൾ അത് ബേസിക് ആയിട്ട് ചെയ്തിരിക്കണം. അത് നമ്മൾ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലും കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കാര്യത്തിലും ഒക്കെ ഇവരെല്ലാം എടുത്ത നിലപാടുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലൊരു നിലപാട് അദ്ദേഹത്തിന് എടുക്കാമായിരുന്നു, പയ്യന്നൂരിലെ പാർട്ടി നേതൃത്വത്തിന് എടുക്കാമായിരുന്നു. അപ്പോൾ പാർട്ടിക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് മറ്റൊന്നായിരുന്നു. അപ്പോൾ നമ്മുടെ പാർട്ടിയിൽ നടക്കുന്നത് പാർട്ടി മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളൊരു നയത്തിലേക്ക് കാര്യങ്ങൾ പോയത് കൊണ്ടാണ്. ഇത് പക്ഷേ പാർട്ടി മാത്രം ഉൾപ്പെടുന്ന ഒരു കാര്യമല്ലല്ലോ.
ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ധനരാജ് ഫണ്ട്, രക്തസാക്ഷി ഫണ്ടിലേക്ക് ഏതൊരു ഫണ്ടാണെങ്കിലും, പാർട്ടിയുമായി ബന്ധപ്പെട്ട ഏതൊരു ഫണ്ടാണെങ്കിൽ പോലും ഒരു പ്രദേശത്ത് നിന്നുള്ള പാർട്ടി പ്രവർത്തകർ മാത്രമല്ല അതിൽ സംഭാവന ചെയ്യുക. അതിനകത്ത് ഈ പറഞ്ഞ ബിസിനസ് പീപ്പിൾ ഉണ്ടാകും, അതുപോലെ തന്നെ മറ്റ് പാർട്ടിയിലുള്ള ആൾക്കാരുണ്ടാകും, നിഷ്പക്ഷരുണ്ടാകും. അപ്പോൾ അവർ കൊടുത്ത പണം എങ്ങോട്ട് പോയി എന്നുള്ളത് അവർക്ക് ചോദിക്കാനുള്ളൊരു അവകാശമുണ്ടല്ലോ. ഇപ്പോൾ കുഞ്ഞികൃഷ്ണനാണ് ആരോപണം ഉന്നയിച്ചതെങ്കിൽ പോലും ഈ വാർത്ത കണ്ടിട്ടുള്ള എല്ലാ മനുഷ്യർക്കും തോന്നിയിട്ടുണ്ടാവില്ലേ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നറിയാൻ. ഇത് ശരിക്കും വൈകിപ്പോയി, പാർട്ടിയുടെ വലിയൊരു പതനത്തിന്റെ ഒരു കാരണമായി അത് മാറി എന്നുള്ളത് തന്നെയാണ് സത്യം. ഈ പയ്യന്നൂരിൽ ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അന്ന് നമുക്ക് പറയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും വി കുഞ്ഞികൃഷ്ണൻ ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള ഇപ്പോഴും ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നുണ്ട്. ഈ കൃത്യമായി കണക്കുകൾ പുറത്തുവിടുന്ന സമയത്ത് പോലും ഇത് കാണുമ്പോൾ ഒരു പ്രേക്ഷക എന്ന നിലയിൽ നമുക്ക് തോന്നുന്നത് അപ്പോൾ ഇയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഇപ്പോൾ സത്യമുണ്ടായിരുന്നു, എന്തിനാണ് വി കുഞ്ഞികൃഷ്ണൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞത്, ഈ പുസ്തകം എഴുതാൻ ആളെ മോട്ടീവ് എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ മോട്ടീവ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ച പശ്ചാത്തലത്തിലും ആള് പറയുന്നത്, വി കുഞ്ഞികൃഷ്ണൻ പറയുന്നത്, ഞാൻ പറഞ്ഞതിലൊന്നും തെറ്റില്ല, പുസ്തകം പിൻവലിക്കുന്നില്ല, ആരോപണങ്ങളൊന്നും തങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന രീതിയിലാണ് വി കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. അപ്പോൾ ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് മനസ്സിലാകാത്ത രീതിയിലേക്ക് മാറിപ്പോകുന്നു. ഒരു പക്ഷത്ത് കണക്കുകൾ പുറത്തുവിടുന്നു, ഒരു പക്ഷത്ത് ഈ ആരോപണങ്ങൾ അപ്പാടെ തള്ളിക്കളയുന്നു. അങ്ങനെ ഒരു ചേരിപ്പോരിലേക്ക്, ഒരു പ്രത്യക്ഷമായ ഒരു പോരിലേക്ക് അവിടെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കുഞ്ഞികൃഷ്ണന്റെ ബുക്കിനകത്ത് പോലും ഫാക്ച്വൽ ആയിട്ടുള്ള എറേഴ്സ് ഉണ്ട്. ഈ പറയുന്ന 10 ലക്ഷം രൂപയുടെ, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 ലക്ഷം രൂപയാണ് കണക്ക് ഡബിൾ ചെയ്തിട്ടുണ്ട്. ഐ മീൻ ഒരു തവണ പറഞ്ഞ കണക്ക് 2 തവണ പറഞ്ഞ് അത് ആഡ് ചെയ്ത്, അങ്ങനെ കുറച്ച് ഫാക്ച്വൽ എറേഴ്സ് ബുക്കിലുണ്ട്. കൃഷ്ണേന്ദു പറഞ്ഞതൊരു പോയിന്റ്, ഒരു സാധാരണ മനുഷ്യന് ചിന്തിക്കുന്നതിൽ വെച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് ഇങ്ങനെ, അപ്പോൾ കണക്ക് പുറത്തു വിട്ടല്ലോ, ശരിക്കും ഇതിൽ സത്യാവസ്ഥയുണ്ടോ, അല്ലെങ്കിൽ ഇത്രയും ദിവസത്തിന് ശേഷം കണക്കിൽ തിരിമറി നടത്തിയാണോ പുറത്തുവിട്ട്, അങ്ങനെ പല സംശയങ്ങളും ഉണ്ടാകും. അവിടെ തന്നെയാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പോൾ മധുസൂദനൻ എന്ന വ്യക്തി ഇതിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിനും പാർട്ടിക്കും ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് ആദ്യമേ ചെയ്യാമായിരുന്നു. അപ്പോൾ പയ്യന്നൂർ ഒരിക്കലും കുഞ്ഞികൃഷ്ണന്റെ കൂടെ നിൽക്കില്ലായിരുന്നു. ഇപ്പോൾ UDF-നൊപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ പോട്ടെ BJP-യുടെ ഒപ്പമാണ് നിൽക്കുന്നതെങ്കിൽ പോലും കള്ളം പറയുന്ന അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത് ഏത് പാർട്ടിയുടെ ബാനറിൽ നിന്നാൽ പോലും അതിന്റെ ഒരാവശ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ പാർട്ടിക്ക് പറ്റിയ തെറ്റത് തന്നെയാണ്, കൃത്യമായ സ്ഥലത്ത് ഡിഫെൻഡ് ചെയ്യാൻ പാളിപ്പോയി എന്നുള്ളത്. അല്ലെങ്കിൽ ഇനി തുടർ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ഈ പറഞ്ഞ ഫണ്ടിൽ, ഈ പറഞ്ഞ കണക്കുകളിൽ തിരിമറി നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കണം. ഇനി എന്താണെങ്കിലും ഈ പറയുന്ന പാർട്ടി ഏത് നിലയിലാണ് പയ്യന്നൂരിൽ പ്രവർത്തിക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് മുന്നിൽ അതിശയത്തോടെ നോക്കി കാണേണ്ട ഒരു കാര്യമാണ്. വാർത്തകളൊക്കെ വരുന്ന അനുസരിച്ച് കമ്മിറ്റി പിരിച്ചുവിടാൻ പോകുന്നു, അഡ്ഹോക് കമ്മിറ്റി വരുന്നു എന്നുള്ളൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് ഈ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഇക്കാര്യത്തിൽ? നമുക്കറിയാം, കണ്ണൂർ എന്ന് പറയുന്നത് പാർട്ടിയുടെ ഒരു കോട്ട തന്നെയാണ്. പിണറായി വിജയനും ഗോവിന്ദമാഷി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും പയ്യന്നൂരിലെ പാർട്ടി ഇതിനെ പ്രതിരോധിക്കുക? അതിലുപരി കണ്ണൂർ ജില്ലാ കമ്മിറ്റി എങ്ങനെ പയ്യന്നൂരിനെ ഇനി തിരിച്ചു പിടിക്കും എന്നുള്ളതൊക്കെ നോക്കിക്കാണേണ്ട കാര്യം തന്നെയാണ്.